ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഈവനിങ് സ്നാക്സിന് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള പക്കോടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് മധുരമില്ലാത്ത ബ്രെഡാണ്. മധുരമുള്ളതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവാള, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പച്ചമുളക് 3 എണ്ണം വേണ്ടെങ്കിൽ ഒരെണ്ണമായാലും 2 എണ്ണമായാലും മതിയാവും. ഞാൻ കുറച്ച് എരിവിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഞാൻ ഈ ബ്രെഡ് ചെറുതായിട്ട് നമുക്കൊന്ന് കീറി ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ കീറി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും എടുക്കുന്നുണ്ട്. മല്ലിയില വേണ്ടാത്തവർക്ക് മല്ലിയില സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആ ഒരു മല്ലിയില യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയിലയും കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അടുത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മൊത്തം 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് വേണ്ടിയവർക്ക് കുറച്ച് കൂടുതലിടാം, എരിവ് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. അപ്പോൾ ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, അത്യാവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ സവാളയുടെ ഈർപ്പം വെള്ളമയമൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പിന്നെയും ഇതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, തണുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നമ്മളിതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് നമ്മളെടുത്ത് ഒത്തിരി ഒന്ന് ഉരുട്ടിയൊന്ന് ആ ഒരു ഷേപ്പ് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് പാന് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പക്കോടയ്ക്കുള്ള നമ്മൾ എടുത്ത് ഉരുട്ടിയതല്ല, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം, എണ്ണയിലേക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തുള്ള കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടുത്തുള്ള ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിത് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല കറുകറാന്നിരിക്കുന്ന നല്ല മുരിഞ്ഞ പക്കോടയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.